ദാവീദിനെ പോൽ സ്നേഹിച്ചില്ല ഞാൻ. ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ. ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ. എന്നേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നു അതായി തന്നെ ഞാൻ. എന്നപ്പനേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നു അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം ആദ്യം വായിക്കാം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഈ വാക്യത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത്. നിനക്ക്, വ്യക്തിപരമാണ്, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. നിത്യനായ ദൈവത്തിൻ്റെ അരുളപ്പാട് ഒരു പുരോഹിതന് ലഭിക്കുന്നതായ അരുളപ്പാടാണത്. സഖരിയ പുരോഹിതനുള്ള കിട്ടി ലഭിച്ച ഒരു ദൈവിക അരുളപ്പാടാണ്, ദൈവിക വാഗ്ദത്തമാണ്. ഇപ്പോൾ നിനക്ക് സന്തോഷമില്ല, ഇപ്പോൾ നിനക്ക് ഉല്ലാസമില്ല, പക്ഷെ നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ആശ്വാസകരമായ വാക്കാണത്. ഇന്ന് നീറിപ്പുകയുന്ന മനസ്സാണ്, ഇന്ന് വരണ്ടുണങ്ങിയ ഹൃദയമാണ്, ഇന്ന് കണ്ണീരടിഞ്ഞ മുഖമാണ്, ഇന്ന് വേദനയിൽ അഴലാണ്ട് വലഞ്ഞ് വിഷമിക്കുന്ന ഒരനുഭവമാണ്. ഇന്ന് ഒരിടത്ത് നോക്കിയാലും സമാധാനം കാണാൻ കിട്ടുന്നില്ല, സമാധാനം ഇല്ല. എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ സമാധാനം മാത്രമില്ല. എല്ലാ ഭൗതികമായ നേട്ടങ്ങളും നന്മകളുമുണ്ട്, പക്ഷേ ഹൃദയം സന്തോഷമില്ല. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അതൊരു ശക്തമായ ഒരു വാഗ്ദത്തമാണത്. വരാനിരിക്കുന്ന വലിയൊരു കാര്യത്തിൻ്റെ വാഗ്ദത്തം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. വേറെ ചില വാക്യം കൊണ്ട് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. 1 തെസ്സലോനിക്കർ 5:16-18 വായിക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ദൈവം പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്, സന്തോഷിപ്പീൻ എന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നു അയ്യോ എനിക്ക് സന്തോഷമില്ലല്ലോ എന്ന്. അങ്ങനെയല്ലേ നമ്മുടെ അവസ്ഥ? അങ്ങനെയാണല്ലോ, സന്തോഷമില്ലല്ലോ. എല്ലാം ഉണ്ട്, നല്ല വരുമാനമുണ്ട്, നല്ല ഭവനമുണ്ട്, നല്ല ചുറ്റുപാടുകളെല്ലാം ഉണ്ട്, നല്ല ഒരു കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, എല്ലാം ഉണ്ട്. ഒന്നിനും ലോകം നോക്കിയാൽ കുറവൊന്നുമില്ല, എല്ലാം ഉണ്ട്. പക്ഷേ സന്തോഷമില്ല എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ. ആന്തരികമായൊരു ശാന്തി, ആന്തരികമായൊരു സമാധാനം അതില്ല എന്നുള്ളതാണ് നമ്മുടെ പലരുടെയും അനുഭവം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യനും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയും ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. വീണ്ടും വായിക്കാം. 1 തെസ്സലോനിക്കർ 5:16-18. എപ്പോഴും സന്തോഷിപ്പീൻ. എപ്പോഴും സന്തോഷിപ്പീൻ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാം വളരെ അനുഗ്രഹകരമായ വാക്യങ്ങളാണ്. ഈ വേദവാക്യങ്ങൾ ഓരോന്നും നമ്മുടെ ഹൃദയത്തെ തൊടുന്ന വാക്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നാം നടുക്കത്തിൻ്റെ മുഴക്കം കേട്ടിരിക്കുന്നു. സമാധാനമല്ല ഭയമത്രേ ഉള്ളത്. സമാധാനമല്ല ഭയമത്രേ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവീൻ. പുരുഷന്മാരാരെങ്കിലും പ്രസവിക്കാറുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുവീൻ. ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും കൈ നടുവിൽ കൊടുത്ത് വേദനയോടെ നിൽക്കുന്നു. ഏത് പുരുഷനും കൈ നടുവിൽ കൊടുത്ത് നിൽക്കുന്നു. ഏത് മുഖവും വിളറിയിരിക്കുന്നത് ഞാൻ കാണുന്നതെന്ത്? കർത്താവ് പറയുന്നു, ഏത് മുഖവും വിളറിയിരിക്കുന്നത് ഞാൻ കാണുന്നതെന്ത്?
മുഖം വിളറിയിരിക്കുന്നു, മുഖം മ്ലാനമായിരിക്കുന്നു, മുഖം വാടിയിരിക്കുന്നു. എന്താണെങ്കിലും ഞാൻ കാണുന്നത്. പിന്നെ ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. കഷ്ടതരമായൊരു നാളാണ് ഇന്ന് അനേകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യെശയ്യാ പ്രവചന പുസ്തകം 61 അധ്യായം 10 ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളവന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൽ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. രക്ഷാവസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു. ഞാൻ സന്തോഷിക്കുന്നു. രക്ഷാവസ്ത്രം ധരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ഭാഗം കൂടി വേദപുസ്തകം നമുക്ക് എടുക്കാം. ഹബക്കൂക്ക് പ്രവാചക പുസ്തകം 3 അധ്യായം 17 മുതൽ. ഹബക്കൂക്ക് വേദപുസ്തകത്തിലെ മൈന പ്രവാചകന്മാരിൽ വളരെ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനായിരുന്നു. ഹബക്കൂക്കിന് ചില ആപത്തുകൾ വന്നു, ചില കെടുതികൾ വന്നു. ഒരിടത്തും രക്ഷ കിട്ടുന്നില്ല, ജീവിക്കാൻ മാർഗം കാണുന്നില്ല. പ്രവാചകനാണ്, ദൈവത്തിൻ്റെ വേലക്കാരനാണ്, പക്ഷേ വലിയ യാതനയിലും വേദനയിലും കഴിഞ്ഞു കൂടുകയാണ്. എന്തെല്ലാമാണ് വന്നുകൂടിയ കുഴപ്പങ്ങൾ നമുക്ക് വായിക്കാം. അത്തിവൃക്ഷം തളിർക്കയില്ല. അത്തി കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ തളിർക്കുന്നില്ല. അത്തിപ്പഴം വിറ്റ് ജീവിക്കാമെന്നാണ് വിചാരിച്ചത്. അത്തിവൃക്ഷം തളിർക്കയില്ല. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. മുന്തിരിവള്ളി നട്ടു നോക്കി, ഇല്ല. അത്തിവൃക്ഷത്തിൻ്റെ കാര്യം ഒന്നും ശരിയാകാത്തതുകൊണ്ട് മുന്തിരിവള്ളി നട്ടു നോക്കി, അവിടെയും രക്ഷയില്ല. മുന്തിരിവള്ളി അനുഭവം തരികയില്ല. ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. ഒലിവ് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു, ഒലിവ് എണ്ണ വിറ്റ് ജീവിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല. നിലത്ത് കുറച്ച് ഗോതമ്പോ അല്ലെങ്കിൽ നെല്ലോ എന്തെങ്കിലും കൃഷി ചെയ്യാം, പക്ഷെ നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ആട്ടിൻകൂട്ടം, കുറേ ആടുകൾ വളർത്താമെന്ന് വിചാരിച്ചു, രക്ഷയില്ല. അതിലും സമാധാനം കിട്ടുന്നില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. കുറേ പശുക്കൾ വളർത്താമെന്ന് വിചാരിച്ചു, എല്ലാം കേട്, എല്ലാം കുഴപ്പം. ഒന്നിനും ജീവിച്ചു പോകാനുള്ള മാർഗം കാണുന്നില്ല. എല്ലാ വഴിയെല്ലാം അടഞ്ഞിരിക്കുന്നു. മുന്നിലുള്ള ഗതി അടഞ്ഞു പോയിരിക്കുന്നു. പ്രതീക്ഷകൾ അറ്റുപോയിരിക്കുന്നു. സമാധാനത്തിൻ്റെ കണിക പോലും കിട്ടുന്നില്ല. എവിടെ പോയാലും അനർത്ഥമാണ്. ഏത് വഴിക്ക് നീങ്ങിയാലും നഷ്ടമാണ്. എങ്ങനെയെല്ലാം ജീവിക്കാമെന്ന് വിചാരിച്ചാലും അവിടെയെല്ലാം തോൽവിയാണ്. പരാജയപ്പെട്ട ജീവിതങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കൂ. പരാജയപ്പെട്ട ജീവിതമാണോ? സമാധാനം കിട്ടാതെ വലയുന്ന ജീവിതമാണോ? ഇത്രയും നാളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചു, സമാധാനത്തിൻ്റെ ഒരു കണിക പോലും കാണാതെ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതമാണോ? എന്തെല്ലാം പ്രയാസങ്ങൾ കൂടെ, പ്രശ്നങ്ങൾ കൂടെ, വലിയ ദുർഘടങ്ങൾ കൂടെ എല്ലാമാണ് കടന്നു പോകുന്നത്. ചിന്തിച്ച് നോക്കിയാൽ സംഭവ ബഹുലമായിരുന്നില്ലേ നമ്മുടെ ജീവിതം? എന്തെല്ലാം പ്രതിസന്ധികളായിരുന്നു. സന്തോഷത്തിൻ്റെ ഒരു ചെറിയ അനുഭവം പോലും ഇല്ലാതെ വലയുന്ന ജീവിതങ്ങളായിരുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. എവിടെ ചെന്നാലും തോൽവി, എന്ത് തൊട്ടാലും തോൽവി, ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും തോൽവി, എല്ലായിടത്തും തോൽവിയാണ്. ദൈവത്തിന് സ്തോത്രം. ചിന്തിച്ച് നോക്കുമ്പോൾ, പിറകിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ നെടുവീർപ്പ് മാത്രം. കഷ്ടം. നാളുകൾ കഴിഞ്ഞു പോയല്ലോ. നേടേണ്ടത് നേടിയില്ലല്ലോ. സമാധാനമില്ലാതെ അഴിയുന്ന മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സന്തോഷമെന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അടുത്ത 2 വാക്യം കൂടെ വായിക്കാം. 18-19 വാക്യങ്ങൾ. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എല്ലാം കെടുതികളാണ്, നഷ്ടമാണ്, കഷ്ടമാണ്, ദുരിതമാണ്, യാതനയാണ്, വേദനയാണ്. എന്നാൽ എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. പിന്നെ എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. അവൻ എന്റെ കാല് പേടമാൻ കാൽ പോലെയാക്കുന്നു. അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു. ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയോടെ, അനുഭവ സമ്പത്തോടെ പ്രവാചകൻ പറയുകയാണ്, എല്ലാം തോൽവിയാണ്, പക്ഷേ എനിക്ക് ജയമുള്ള ഒരു അനുഭവം വരാൻ പോകുന്നു. അത് കർത്താവ് തരികയാണ്. ജീവനുള്ള ദൈവം എനിക്ക് തരും. സഹോദരങ്ങളെ, ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരും പലതരത്തിലുള്ളതായ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും നേരിടുന്നവരാണ്. ഈ ലോകത്തിലേ നാം ജീവിക്കുന്നത്. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണ്ടേ? പക്ഷേ ജീവിതം ദുരിതമാക്കിയിരിക്കുന്ന അനേകം ആളുകളുണ്ട്. ജീവിതത്തിൻ്റെ യാതനയേറ്റ് പിടയുന്നവരുണ്ട്. ഒരു സ്വസ്ഥതയില്ലാതെ അഴലുന്നവരുണ്ട്. കുടുംബങ്ങളിൽ തല്ലും വഴക്കും പിണക്കവും ശണ്ഠയും കലഹവും എല്ലാമായി വഴയുന്ന കുടുംബങ്ങളില്ലേ? ദൈവത്തിന് സ്തോത്രം. ഒരു വാട്സാപ്പ് മെസ്സേജ് എനിക്ക് കിട്ടി. ആരാണ് അയച്ചതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുകയാണ്, സാറേ, ഞാൻ എന്തുവേണ്ടെന്ന് അറിയുന്നില്ല. ഞങ്ങൾക്കൊരു മോനേ ഉള്ളൂ. ആ മോൻ ഞങ്ങളെ തല്ലുന്നു, എന്നെ തല്ലുന്നു, എൻ്റെ ഭാര്യയെ തല്ലുന്നു. സാറേ, ഒരു അവസരത്തിൽ അവൻ തല്ലിയതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ കാൽ ഒടിഞ്ഞുപോയി.
എന്തു പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. അത് ഭ്രാന്തൊന്നുമല്ല, മദ്യപിക്കുന്നുണ്ട്. അവന് സുബോധമില്ലാതാകും, മദ്യപിക്കുമ്പോൾ സുബോധമില്ലാതാകും. സാറേ എന്തു വേണ്ടു സാറിന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അനേകം വാട്സാപ്പ് മെസ്സേജസ് വായിക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ചിന്തിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ദുരിതങ്ങളാണ് ഓരോരുത്തർ അനുഭവിക്കുന്നത്. ദുരിതം പിടിച്ച ജീവിതം, യാതനാഭരിതമായ ജീവിതം, കഷ്ടപ്പാടേറ്റ് തളർന്ന ജീവിതം, വിഷാദമുറ്റിയ ജീവിതം അല്ലേ നമ്മൾ ജീവിതം പലരുടെയും അങ്ങനെയല്ലേ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കൂ, അവരവരുടെ ജീവിതത്തേക്ക് നോക്കൂ. നമുക്ക് യഥാർത്ഥമായ സന്തോഷം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എപ്പോൾ? ക്രിസ്തു അകത്ത് വന്നാൽ, യേശു ക്രിസ്തു ഈ ഹൃദയത്തിലേക്ക് വന്നാൽ സമാധാനം കിട്ടും. യേശു ക്രിസ്തു ഹൃദയത്തിൽ വന്നാൽ സന്തോഷം ഉണ്ടാകും. ക്രിസ്തു ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷം തരാൻ കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾ പ്രശ്നങ്ങളിൽപ്പെട്ട് വീർപ്പൂട്ടുമ്പോൾ, പ്രതിസന്ധികളിൽ നിങ്ങൾ ഉലയുമ്പോൾ, നിങ്ങൾ അഴലുമ്പോൾ, അപ്പോഴിതാ ക്രിസ്തു വന്ന് നിങ്ങൾക്ക് ശാന്തി തരുവാനായിട്ട്, സമാധാനം തരുവാനായിട്ട് ക്രിസ്തുവിൻ്റെ കരം നിങ്ങളെ നേരെ ഉയർത്തുകയാണ്. പലപ്പോഴും ഇതൊന്നും അറിയുന്നില്ല. സഹോദരങ്ങളെ, ഇന്ന് ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന കർത്താവ് വാക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകരെ സമാധാനമുള്ളവരായി എഴുന്നേൽക്കുന്ന കർത്താവ് വാക്ക് തന്നിട്ടുണ്ട്. സമാധാനത്തിൻ്റെ നാഥൻ നിന്ന് കടന്നു വന്ന് നിങ്ങളെ അനേകരെ അനുഗ്രഹിക്കുമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രസന്നതയോടെ ഇരിക്കുന്നത്. കാരണം കർത്താവ് വന്നിട്ടുണ്ട്. യേശു സമാധാനം തരുന്നുണ്ട്. സമാധാനം, സന്തോഷം യേശു തരുന്നുണ്ട്. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ പറയണം, കർത്താവേ, ആ നിനക്ക് എന്ന് പറഞ്ഞത് എനിക്കാകട്ടെ, എൻ്റെ അനുഭവമായി തീരട്ടെ, എനിക്ക് സന്തോഷം ഉണ്ടാകട്ടെ, എനിക്ക് ഉല്ലാസം ഉണ്ടാകട്ടെ, എൻ്റെ വറീസ് ആൻഡ് കെയേഴ്സ്, എൻ്റെ ആകുലങ്ങളും ആവലാതികളും മാറിപ്പോകട്ടെ. എൻ്റെ കർത്താവേ, ഞാൻ നാളെയെക്കുറിച്ച് വിചാരപ്പെടുന്നതായ എൻ്റെ വിചാരങ്ങളെല്ലാം മാറിപ്പോകട്ടെ, നാളെയെക്കുറിച്ചുള്ളതായ ആവലാതികൾ മാറിപ്പോകട്ടെ. നാളെ ഓർക്കുമ്പോഴേക്കും ചില പ്രശ്നങ്ങൾ തുറച്ചു നോക്കുന്നു. എൻ്റെ കർത്താവേ, എന്തു വേണ്ടു? കടക്കാരൻ വന്ന് ഞെരുക്കുന്നു. കർത്താവേ, എന്തു ചെയ്യണു? കൊടുത്തു തീർക്കാൻ മാർഗമില്ല, വാടക കൊടുക്കാൻ മാർഗമില്ല, എന്തു ചെയ്യേണ്ടു? വിഷമിക്കുന്നു. പല വീടുകൾ മാറി മാറി വാടകയ്ക്കെടുത്തു, ഒരിടത്തും വാടക കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പിന്നെയും മാറേണ്ടി വന്നു. എൻ്റെ ദൈവമേ, എന്താ പോകാൻ വഴി? മക്കളെ പഠിപ്പിക്കണമെന്നുണ്ട്, പഠിപ്പിക്കാൻ മാർഗമില്ല, അതിൻ്റെ സാഹചര്യമില്ല, പൈസയില്ല, എന്താ പോകാൻ വഴി? ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ജീവിതവും ഒരു അഗ്നിപർവ്വതം പോലെയാണ്, പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. അകത്ത് ലാവ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിൽ പുറമേ നോക്കിയാൽ കുഴപ്പമൊന്നും കാണുകയില്ല. ഉള്ളിൽ ധാതുക്കളും ലവണങ്ങളും ലോഹങ്ങളും എല്ലാം അങ്ങനെ കത്തി ജ്വലിച്ച് തിളച്ചു പറയുന്ന രീതിയിൽ ലാവ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും ആ പർവ്വതത്തിൻ്റെ ഏതെങ്കിലും ഉപരിതലത്തിൽ എവിടെയെങ്കിലും അല്പം ബലക്ഷയുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് തട്ടി തുറന്നുകൊണ്ട് ലാവ പ്രവഹിക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ പിടിച്ചു നിന്ന് നോക്കി, എന്നാൽ സാധിക്കുന്നില്ലല്ലോ കർത്താവേ, എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്തു വേണ്ടു? എൻ്റെ കുടുംബജീവിതം തകർന്നു പോയല്ലോ. ദൈവമേ, സ്നേഹത്തിൻ്റെ കണിക പോലും എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടുന്നില്ലല്ലോ. എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെക്കുറിച്ചൊരു കരുതലുമില്ല. അവർക്ക് അവരുടെ കാര്യം തന്നെ നോക്കാൻ നേരമില്ലാതിരിക്കുന്നു. പിന്നെ ഞാൻ ഈ പെൺകുട്ടിയെക്കുറിച്ച് എന്ത് കരുതാനാണ്? എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്നെക്കുറിച്ച് കരുതലില്ല. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഒരു സ്നേഹമില്ല, എന്നോടൊരു ബഹുമാനമില്ല. വേണ്ട, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ പോലും അവൾക്ക് തയ്യാറല്ല. എൻ്റെ ഭർത്താവ് എന്നോട് കലശലായ വൈരാഗ്യത്തിലിരിക്കുന്നു. എന്തിനെന്ന് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും ഇങ്ങനെ ഓരോ തരത്തിലുള്ള ചിന്തകളിൽപ്പെട്ട് മനസ്സ് ഉഴന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേൾക്കൂ, യേശു ക്രിസ്തു ജീവിതത്തിലേക്ക് വന്നാൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഇന്ന് കരുണയുള്ള കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ ഉള്ളം തുറന്നു കൊടുക്കൂ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സന്തോഷം തരാൻ നീ ഒന്ന് എഴുന്നള്ളി വരണമേ. ഗോകുൽത്തായിലെ കുരിശിൽ തലചായ്ച്ച യേശുവേ, നീ ഉണങ്ങിയ മരത്തിലല്ല തലചായ്ക്കേണ്ടത്, എൻ്റെ ഈ പച്ച ഹൃദയത്തിൽ നീ തലചായ്ക്കണമേ. പ്രാർത്ഥിക്കൂ നിങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഉണങ്ങിയ 2 മരക്കഷ്ണത്തിന്മേലല്ല നീ രാജാധിരാജൻ തലചായ്ക്കേണ്ടത്. ഈ എൻ്റെ ഹൃദയത്തിൽ, ഇതുവരെയും പാപം വിഴുങ്ങിക്കളഞ്ഞ എൻ്റെ ഹൃദയത്തിൽ, ഇതുവരെയും ലോകത്തിൻ്റെ ആഡംബരങ്ങൾ മുഴുകിപ്പോയ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കർത്താവേ, ലോക ഇമ്പങ്ങൾക്ക് വേണ്ടി ഓടിയ എൻ്റെ ഹൃദയത്തിൽ, ലോക ഇമ്പങ്ങൾക്ക് വേണ്ടി ദാഹിച്ചതും മോഹിച്ചതുമായ എൻ്റെ ഹൃദയത്തിൽ, യേശുനാഥ, നീ എഴുന്നള്ളി വന്ന് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നീ ഇരിപ്പുറപ്പിക്കണമേ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടും. നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, നിരാശാപൂരിതമായൊരു ജീവിതമായിരുന്നു, ഭാരം നിറഞ്ഞൊരു ജീവിതമായിരുന്നു.
ഇതുവരെയും ചിന്തിച്ച് നോക്കിയാൽ എനിക്ക് സന്തോഷത്തിൻ്റെ കണിക പോലും കാണാനുണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനങ്ങനെയായിരുന്നു, അങ്ങനെയൊരു മനുഷ്യനായിരുന്നു. ഞാൻ നിരാശനായിരുന്നു. ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചു പോയതുകൊണ്ട് ഞാൻ വളരെ നിരാശനായിരുന്നു. എൻ്റെ അപ്പൻ്റെ വാത്സല്യം എനിക്ക് ലഭിച്ചില്ല. ഒരു വയസ്സിൽ അപ്പൻ മരിച്ചുപോയി. ദൈവം പറഞ്ഞു, അപ്പ അപ്പ എന്ന് വിളിക്ക്. ദൈവം മറുപടി തന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം വിളി കേട്ടു. അതെൻ്റെ 17-ാമത്തെ വയസ്സിലാണ്. 17-ാമത്തെ വയസ്സിൽ അതുവരെയും എൻ്റെ പിറകെ യേശു നടക്കുകയായിരുന്നു. എനിക്ക് അതൊന്നും മനസ്സിലായില്ല. എൻ്റെ പിറകെ യേശു നടക്കുകയായിരുന്നു. എന്നെ ഒന്ന് ചാടി പിടിക്കാൻ കർത്താവ് നോക്കുകയായിരുന്നു. എന്നെ പിടിച്ച് ചേർത്തണയ്ക്കാൻ കർത്താവ് ശ്രമിക്കുകയായിരുന്നു. എനിക്ക് ഒരു പരീക്ഷത്വം ഉണ്ടായിരുന്നു. ഞാൻ ഭക്തനാണെന്നാണ് എൻ്റെ ചിന്ത. ഒരു തെറ്റിൽ പോയിട്ടില്ല. പിന്നെ എനിക്ക് എന്താ കുഴപ്പം, ഞാൻ സ്വർഗ്ഗത്തിൽ പോകും, ഇതായിരുന്നു എൻ്റെ ചിന്ത. പ്രകടമായ ഒരു ഭാവത്തിൽ വീഴാൻ ഇടയായിട്ടില്ല. ഒരു കൊള്ളരുതായ്മയിലേക്ക് പോയിട്ടില്ല. ചീത്ത കൂട്ടിയിട്ടൊന്നും ഉണ്ടായില്ല. ആ 17-ാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തിന് വചനം കേട്ടപ്പോൾ ഞാൻ വലിയ സംതൃപ്തിയോടെ ഇരിക്കുന്നത്. ഈ പറയുന്നത് എനിക്ക് ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ഈ പറയുന്ന വാക്കുകളൊന്നും എന്നെ ബാധിക്കുന്നില്ലല്ലോ എന്നാണ് ഞാൻ ഓർത്തിരുന്നത്. ഞാൻ 2 നേരവും പ്രാർത്ഥിക്കുന്നു, നമസ്കാരം ചൊല്ലുന്നു, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു. ഞാൻ കൃത്യമായിട്ട് നോമ്പ് നമസ്കാരം എല്ലാം ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തെറ്റെന്ന് തോന്നുന്നു ഒന്നും എനിക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ അന്ന് വചനം പറയുന്ന ദൈവദാസൻ, അന്ന് ഞങ്ങളുടെ പള്ളിയകത്തിരുന്നാണ് ഞങ്ങൾ വചനം കേൾക്കുന്നത്. ഒരു പാവപ്പെട്ട ദൈവദാസൻ വന്ന് അദ്ദേഹം വചനം പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കല്ലറയ്ക്ക് പുറത്ത് യാതൊരു അശുദ്ധിയുമില്ല, കല്ലറയ്ക്ക് പുറത്ത് യാതൊരു അഴുക്കുമില്ല, കല്ലറയ്ക്ക് പുറത്ത് ദുർഗന്ധമൊന്നുമില്ല, കല്ലറയ്ക്ക് അകത്താണ് ദുർഗന്ധം. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ചിലർ പുറമേ പാവമൊന്നുമില്ല, പുറമേ മദ്യപാനമില്ല, പുറമേ കൊള്ളരുതാത്ത ജീവിതമില്ല, പക്ഷേ അകത്ത് തിന്മയുള്ളവരുണ്ട്, അകത്ത് തിന്മ, അകത്ത് അശുദ്ധിയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെയും കർത്താവ് സ്നേഹിക്കുന്നു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാസറിൻ്റെ കല്ലറയ്ക്ക് അകത്ത് ദുർഗന്ധമുണ്ട്, അശുദ്ധിയുണ്ട്, പക്ഷേ കല്ലറയ്ക്ക് പുറത്ത് ഒരു ദുർഗന്ധവുമില്ല. എന്നതുപോലെ ഇവിടെ ഇരിക്കുന്ന ചിലർ അശുദ്ധി ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അത്യാഗ്രഹമുണ്ട്, ദ്രവ്യാഗ്രഹമുണ്ട്, നിരാശയുണ്ട്, വൈരാഗ്യമുണ്ട്, ചിലരോട് നീരസമുണ്ട്, ചിലരോട് കയ്പുണ്ട്. ഇങ്ങനെ ചീത്ത ചിന്തകളുമായിരിക്കുന്ന ചിലരിവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഞെട്ടലോടെ കണ്ണു തുറന്നു നോക്കി. ആ മനുഷ്യനപ്പോൾ വചനം പറയുന്നയാൾ എൻ്റെ നേരെ കൈ ചൂണ്ടുന്നു പോലെ എനിക്ക് തോന്നിപ്പോയി. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ലാസറേ എന്ന് വിളിച്ച് എന്നെ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. കല്ലറയ്ക്കകത്ത് ദുർഗന്ധം, എൻ്റെ ഹൃദയത്തിൽ ചീത്ത ചിന്തകൾ, അശുദ്ധമായ വികാരങ്ങൾ, മലിനമായ മോഹങ്ങൾ, ദ്രവ്യാഗ്രഹം, ഇഷ്ടക്കേട്, മുഷിച്ചിൽ, കോപാക്രാന്തമായ പെരുമാറ്റം, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന കോപം, ഇതെല്ലാം ഉള്ള മനുഷ്യൻ. എൻ്റെ കർത്താവേ, അകത്ത് ഞാൻ പാവിയാണല്ലോ, അകത്താണല്ലോ തിന്മ, അവിടെ ദുർഗന്ധമാണല്ലോ എന്ന് എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ പൊട്ടിത്തകർന്നു. ഞാനവിടെ തല താഴ്ത്തി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞ വാക്കാരും കേട്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക എന്ന് ഞാൻ പറഞ്ഞു. നിരാശ പറ്റിയ ജീവിതം, സകല പ്രതീക്ഷകൾ അടഞ്ഞ ജീവിതം, 10ാം ക്ലാസ് പാസ്സായി പഠിത്തമെല്ലാം മുടങ്ങിപ്പോയ ജീവിതം, പിന്നെ പഠിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് പഠിക്കാൻ സാധിക്കാത്ത ജീവിതം. ആ ജീവിതം അന്ന് ഒരു വ്യവസ്ഥയും കൂടാതെ ഞാൻ യേശുവിൻ്റെ കൈകളിലേക്ക് കൈമാറി. അന്ന് യേശുവിൻ്റെ കൈകളിലേക്ക് ഈ നിസ്സാര ജീവിതം ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഇന്നു മുതൽ നിൻ്റെ വക ഞാൻ ദൈവത്തോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതോടുകൂടി ഈ സന്തോഷവും ഉല്ലാസവും തുടങ്ങി. ജീവിതം ഉല്ലാസപ്രദമായി തീർന്നു. മനസ്സെപ്പോഴും ശുഭ്രമാണ്, മനസ്സെപ്പോഴും ശാന്തമാണ്. ഒരു യാതൊരു വിധത്തിലുള്ളതായ ടെൻഷൻ വരാതെ കർത്താവിനെ കാക്കുന്നു. ഈ പ്രത്യക്ഷമായ യാതൊരു പ്രതിസന്ധിയും ഇല്ലാതെ കർത്താവിനെ കാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധികൾ ചിലതെല്ലാം വന്നിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷേ അപ്പോഴെല്ലാം കർത്താവ് തൻ്റെ അരുമകരം കൊണ്ട് തലോടിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണ്, സ്നേഹിക്കാൻ കൊള്ളാകുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. എന്തിലെല്ലാമാണ് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുക? സന്തോഷവും ഉല്ലാസം ഉണ്ടാകണമെങ്കിൽ എന്താ വേണ്ടത്? അതിന് വേണ്ടത് എന്താണെന്ന് നമുക്ക് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 46-47 വാക്യങ്ങൾ. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ഉള്ളം എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. സ്തോത്രം. സന്തോഷിക്കുകയാണ്. ഇന്നു മുതൽ
എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എന്നിൽ വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. കന്യാമാതാവിന് സന്തോഷവും ഉല്ലാസവും ഉണ്ടായി. കന്യാമാതാവ് നിങ്ങൾക്കറിയാമോ, അന്ന് സ്വന്തം വീട്ടിലല്ല, ഇത് പറയുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്നല്ല പറയുന്നത്. കന്യാമാതാവ് മലനാട്ടിൽ യഹൂദി പട്ടണത്തിൽ ബന്ധപ്പെട്ട് ഓടിപ്പോവുകയായിരുന്നു. കാരണം നാട്ടിൽ നിൽക്കാൻ വയ്യ. നാട്ടിൽ എല്ലാവരും പരിഹസിക്കുന്നു, എല്ലാവരും കളിയാക്കുന്നു. കല്യാണം കഴിഞ്ഞില്ല, ഇതാ ആള് ഗർഭിണിയായിരിക്കുന്നു. ഇത് അപമാനകരമായ കാര്യമാണ്. എല്ലാവരും പരിഹസിക്കുന്നു, ആരുടെ മുഖത്ത് നോക്കാൻ ഒക്കുന്നില്ല. അവിടെ നിന്ന് ബന്ധപ്പെട്ട് ഓടി. എന്തിനാണ് ഓടിയത്? ഒരു സമാധാനം കിട്ടാൻ. അപ്പോൾ അങ്ങ് ദൂരെ സെഖര്യാവിൻ്റെ ഭാര്യയായ എലിസബത്ത്, ചാർച്ചയിൽപ്പെട്ടവളാണ്, എലിസബത്തിൻ്റെ വീട്ടിലേക്ക് യഹൂദി പട്ടണത്തിലേക്ക് ബന്ധപ്പെട്ട് ചെന്നു. അവിടെ ചെന്ന് എലിസബത്തിനെ വന്ദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരാശ്വാസത്തിൻ്റെ ഇടയിൽ ഓട്ടമായിരുന്നു. നാട്ടിൽ സ്വസ്ഥത കിട്ടുന്നില്ല, നാട്ടിൽ സമാധാനം കിട്ടുന്നില്ല, എല്ലാവരും പരിഹസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കേൾക്കൂ, അവിടെ ചെന്നപ്പോൾ എലിസബത്ത് പറയുന്നു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നീ ഭാഗ്യവതിയാണല്ലോ എന്നാണ് എലിസബത്ത് പറയുന്നത്. ഇവിടെ കൊള്ളരാത്തവളെന്ന് പറഞ്ഞ ആളുകൾ അപഹസിക്കുന്നവൾ അവിടെ ചെന്നപ്പോൾ, ഒരു ദൈവവേദിയുടെ അടുത്ത് ചെന്നപ്പോൾ നീ ഭാഗ്യവതി എന്ന് പറയുന്നു. നിൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടതായെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? കർത്താവിൻ്റെ മാതാവ് എന്നാണ് വിളിക്കുന്നത്. സ്തോത്രം. എലിസബത്തിന് കാര്യം അറിയാം, അതുകൊണ്ട് അങ്ങനെ വിളിച്ചു. ലോകത്തിന് മനസ്സിലാവുകയില്ല. ലോകം പിഴച്ചവളെന്നാണ് പറയുന്നത്, ലോകം കുറ്റമുള്ളവളെന്നാണ് പറയുന്നത്, ലോകം അവമാനിക്കപ്പെട്ടവളെന്നാണ് പറയുന്നത്. എന്നാൽ ലോകം അങ്ങനെ പറയുമ്പോഴും ഒരു ദൈവവൈതൽ കാണുന്നത് ഇവൾ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്നാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, കന്യമറിയാം അവിടെ സന്തോഷമായിരിക്കുന്ന സമയത്ത് കന്യമറിയാം എലിസബത്തിൻ്റെ ആ വന്ദനം കേട്ട് കഴിഞ്ഞപ്പോൾ പാടുന്ന പാട്ടാണ് അടുത്ത പാരഗ്രാഫ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശക്തനായ നിത്യനായ ദൈവം എൻ്റെ മേൽ വലിയവ ചെയ്തിരിക്കുന്നു, വലിയ അത്ഭുതം ചെയ്തിരിക്കുന്നു. ലോകം എന്നെ വെറുത്തു, ലോകം എന്നെ കളിയാക്കി, ലോകം എന്നെ പരിഹസിച്ചു, ലോകം എന്നെ കൊള്ളരാത്തവളെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു നിധി കിട്ടിയിരിക്കുന്നു, ഒരു നിധി, നിത്യസമ്പത്ത് എനിക്ക് കിട്ടിയിരിക്കുന്നു, നിത്യനിധി. ആരും ഉയർത്തപ്പെട്ടിട്ടില്ലാത്തതുപോലെ കന്യാമറിയാം ഉയർത്തപ്പെട്ടു, ആരും താഴ്ത്തപ്പെട്ടിട്ടില്ലാത്തതുപോലെ കന്യാമറിയാം താഴ്ത്തപ്പെട്ടു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ? കന്യാമാതാവ് ഇന്നും ശുദ്ധിമതിയായി ഇന്നും പരിലസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കന്യാമാതാവ് ഇന്നും വിശുദ്ധന്മാരിൽ വിശുദ്ധിയോടെ, തേജസ്സേറിയ വിശുദ്ധിയോടെ ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മറക്കരുത്, ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാം. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത്? കന്യാമറിയാവിനൊന്നും മനസ്സിലായില്ലായിരുന്നു. മാലാഖ എന്ന് പറഞ്ഞപ്പോൾ, സ്ത്രീകൾ നീ ഭാഗ്യവതി, നിൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. ഒന്നും മനസ്സിലായില്ല, ഒന്നും പിടികിട്ടിയില്ല. ഇപ്പോൾ നിങ്ങൾക്കും പലർക്കും പലതും മനസ്സിലാകുന്നില്ല, സാരമില്ല. അപ്പോൾ മറിയാം ഒരു കാര്യം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. അതിൻ്റെ ഭവിഷ്യത്തൊന്നും ഞാൻ ഓർക്കുന്നില്ല, ചിന്തിക്കുന്നില്ലെന്നാണ്. ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഒരു കന്യകയാണ്, എന്നാൽ ഞാൻ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എനിക്ക് ചിന്തിക്കാൻ വയ്യ. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിക്കും, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയത്ത് നിങ്ങളൊരു സമർപ്പണം എടുത്താൽ നിങ്ങൾക്ക് ഈ സന്തോഷം കിട്ടും. ഒരു സമർപ്പണം. എന്താണ് സമർപ്പണം? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വകയായി തീരുക, ക്രിസ്തു ഉള്ളത്തിലേക്ക് വരിക. മനുഷ്യ ഹൃദയത്തിൽ വസിക്കുവാനാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോടൊരു വാക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എൻ്റെ ഉള്ളത്തിൽ വന്ന് വാഴണമേ, എൻ്റെ നിയന്താവായി എന്നെ നിയന്ത്രിക്കുന്നതിനായി തീരണമേ, എന്നെ ഭരിക്കുന്നതിനായി തീരണമേ. നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായി ജീവിക്കും. ഇത്രയും കാലം ഞാൻ ലോകത്തിൻ്റെ ദാസിയായി ജീവിച്ചു, ലോകത്തിൻ്റെ ദാസനായി ജീവിച്ചു. ഇത്രയും കാലം ഞാൻ പാപിയായി ജീവിച്ചു. ഇത്രയും കാലം ലോക ഇമ്പങ്ങളുടെ പിറകെ ജീവിച്ചു. ഇത്രയും കാലം ലോകത്തിൻ്റെ ആഡംബരങ്ങളുടെ പിറകെ ജീവിച്ചു. ഇത്രയും കാലം ലോക സമ്പത്തിൻ്റെ പിറകെ ജീവിച്ചു.
എന്നാൽ കർത്താവേ, ഇപ്പോൾ ഇതാ ഈ മഹാസത്യം മനസ്സിലായപ്പോൾ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് നിങ്ങൾ പറയുമ്പോൾ അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരുന്നത്. യേശു ക്രിസ്തു ആളത്തുമായി നിങ്ങളുടെ ശരീരത്തിലേക്ക് വരും, നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരും, ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. ദൈവത്തിന് സ്തോത്രം. പുറമേ നോക്കിയാൽ ആരും കാണുകയില്ല. യേശു അകത്ത് വന്നുള്ളത് ആരും കാണുകയില്ല. പുറമേ നോക്കിയാൽ പലരും പുച്ഛിച്ചെന്ന് വരും, പലരും കളിയാക്കിയെന്ന് വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പലരും പരിഹസിച്ചെന്ന് വരും, സാരമില്ല. പക്ഷേ അകത്ത് യേശുവുണ്ട്, അകത്ത് നിത്യനിക്ഷേപം ഉണ്ട്. നിക്ഷേപം, നിത്യനിധി അകത്ത് കിട്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറക്കൂ. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ. നാഥ, എന്നെ മേൽ നിന്റെ തൃക്കരം വയ്ക്കണമേ. എൻ്റെ ഹൃദയത്തിൽ നീ വാഴണമേ, എൻ്റെ ഹൃദയത്തിൽ നീ വസിക്കണമേ. ഇന്നു മുതൽ യേശുവേ ഞാൻ നിൻ്റെ വക. നിങ്ങൾ കർത്താവിനോട് പറയൂ, യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകുന്നത്. ക്രിസ്തുവിൻ്റെ വകയായി തീരുമ്പോൾ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. തിരുവചനങ്ങൾക്കായി സ്തോത്രം. ദിവ്യ സന്ദേശത്തിനായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. അപ്പോൾ ഈ ജനത്തെ സ്പർശിച്ച് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.